കണക്ക് കൂട്ടാൻ മാത്രമാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ഫോണിലെ കാൽക്കുലേറ്റർ ഒന്ന് ഓപ്പൺ ചെയ്യുന്നത്. എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും ഫോണിൽ ഇരിക്കുന്നത് സാധാരണ കാൽക്കുലേറ്റർ അല്ല, അത് സ്മാർട്ട് കാൽക്കുലേറ്റർ ആണ്. ഈ സ്മാർട്ട് കാൽക്കുലേറ്ററെ കൊണ്ടുള്ള പ്രയോജനം വളരെ വളരെ വലുതാണ്. ഇതിനകത്ത് കണക്ക് കൂട്ടുന്ന ഫീച്ചേഴ്സ് മാത്രമല്ല, നിരവധി ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്മാർട്ട് കാൽക്കുലേറ്റർ ഉള്ള ഫോണുകൾ ഏതൊക്കെയാണെന്നും ഇനി നിങ്ങളുടെ ഫോണിൽ സ്മാർട്ട് കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ അതെങ്ങനെ നമ്മുടെ ഫോണിൽ കൊണ്ടുവരാമെന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. എൻ്റെ ഫോണ് റിയൽമിയുടെ ഫോണാണ്. അപ്പോൾ റിയൽമിയുടെ കാൽക്കുലേറ്റർ ഓൾറെഡി സ്മാർട്ട് കാൽക്കുലേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചർ എൻ്റെ കാൽക്കുലേറ്ററിനകത്തുണ്ട്. എന്നാൽ ചില കമ്പനികളുടെ ഫോണിൽ ഗൂഗിളിൻ്റെ കാൽക്കുലേറ്ററാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ ആ കമ്പനി തരുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാൽക്കുലേറ്ററേ ഉണ്ടാകൂ. അതിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന ഓപ്ഷൻ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കും സ്മാർട്ട് കാൽക്കുലേറ്റർ എങ്ങനെയാണ് ഫോണിൽ കൊണ്ടുവരിക എന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടേത് ഓപ്പോ, വിവോ, വൺ പ്ലസ്, റിയൽമി, പോക്കോ പോലെയുള്ള കമ്പനികളുടെ ഫോണാണെങ്കിൽ അതിൽ ഓൾറെഡി വരുന്നത് സ്മാർട്ട് കാൽക്കുലേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ലഭിക്കുന്നതാണ്. ഇനി സ്മാർട്ട് കാൽക്കുലേറ്ററിൻ്റെ പ്രയോജനമൊന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഫോണിലെ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൻ്റെ മുകളിൽ പല ഫീച്ചറും കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ എന്തെങ്കിലും ഐക്കൺ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ എൻ്റെ ഫോണിൽ തന്നെ 10ഓളം ഫീച്ചറുകൾ എക്സ്ട്രാ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും ആദ്യം കറൻസി കൺവെർട്ടർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം എത്ര US ആണ്, എത്ര ഇന്ത്യൻ രൂപയാണെന്ന് ഇന്നത്തെ തീയതി, അതായത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന തീയതിയിലുള്ള ലാസ്റ്റ് അപ്ഡേറ്റ് ആണ്. ഇതുപോലെ ഏത് കറൻസിയും നമുക്ക് ഏത് കറൻസിയിലേക്കും കൺവേർട്ട് ചെയ്തിട്ട് അതത് ദിവസത്തെ ഏറ്റവും പുതിയ വിനിമയ നിരക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒമാൻ റിയാൽ കൂടി ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഒമാൻ റിയാൽ സെർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ഒമാൻ റിയാലാണ്, എത്ര ഇന്ത്യൻ രൂപയാണെന്ന് ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇന്നത്തെ വിനിമയ നിരക്ക് തന്നെ കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ചില അളവുകൾ നമുക്ക് ചിലർ ഇഞ്ചിലാണ് പറയുക, അത് നമുക്ക് മീറ്ററിൽ വേണ്ടി വരും, ചിലപ്പോൾ ഫീറ്റിൽ വേണ്ടി വരും. ഇങ്ങനെ പല അളവുകൾ പല അളവിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഏരിയ മുതൽ നമുക്ക് ടെമ്പറേച്ചർ മുതൽ പോലും പലതും പലതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് ഉത്തരം ലഭിക്കേണ്ട ഓപ്ഷൻ നമ്മുടെ കാൽക്കുലേറ്ററിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഏറ്റവും മികച്ച സ്മാർട്ട് കാൽക്കുലേറ്റർ ഷവോമി കമ്പനിയുടേതാണ്. അതായത് റെഡ്മി ഫോണുകളിലൊക്കെ ഇതുപോലൊരു കാൽക്കുലേറ്ററാണ് ഉണ്ടാകുക. ഗംഭീര കാൽക്കുലേറ്ററാണ്. അതിനകത്തുള്ള ഓപ്ഷൻ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓപ്പൺ ചെയ്താൽ മുകളിലാണ് ഓപ്ഷൻ ഉള്ളത്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നേരത്തെ എൻ്റെ ഫോണിൽ ഉണ്ടായതിനേക്കാൾ AG എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ MB കൺവേർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ പല അളവ് മാത്രമല്ല, തൊട്ടടുത്ത് പോയാൽ GST കറൻസി ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ലോണ് പോലും നമുക്ക് ഇതിനകത്ത് നിന്ന് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും, എത്ര പെർസെൻറ്റേജ് എന്നൊക്കെ കൊടുത്താൽ. അതുപോലെ ഇതിനകത്തുള്ള ഏജ് ഓപ്ഷൻ വളരെ ഗംഭീരമാണ്. അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി കൊടുത്താൽ നമുക്ക് എത്ര വയസ്സായി എന്ന് മാത്രമല്ല, നമ്മൾ എത്ര മാസമായി ജീവിക്കുന്നു, എത്ര ആഴ്ചയായി ജീവിക്കുന്നു, എത്ര ദിവസമായി ജീവിക്കുന്നു, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ് എന്ന് പോലും കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നൊരു ഓപ്ഷനാണ്. അത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. ഇത്തരത്തിൽ വളരെ മികച്ച ഒരുപാട് ഫീച്ചർ റെഡ്മി ഫോണിൻ്റെ കാൽക്കുലേറ്ററിലേക്ക് വരുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഫോണിൽ ഇരിക്കുന്നത് നോർമൽ കാൽക്കുലേറ്റർ ആണെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് കണക്ക് കൂട്ടുക എന്നുള്ള ദൗത്യം മാത്രമേ ആ കാൽക്കുലേറ്റർ ചെയ്യുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഫോണിൽ സ്മാർട്ട് കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് ഒരു സ്മാർട്ട് കാൽക്കുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്തെടുത്താൽ മതി. അതിനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഷവോമിയുടെ കാൽക്കുലേറ്ററാണ് വേണ്ടതെങ്കിൽ, അതാണല്ലോ ഏറ്റവും മികച്ച കാൽക്കുലേറ്റർ. അപ്പോൾ ജസ്റ്റ് ഷവോമി കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാൽക്കുലേറ്റർ കിട്ടും. കമ്പനി നെയിമൊക്കെ നോക്കുക, ലോഗോയുടെ കളറൊക്കെ നോക്കുക. ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മികച്ചൊരു കാൽക്കുലേറ്റർ തന്നെയാണിത്. ഇനി ചില ഫോൺ മോഡലുകളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ജസ്റ്റ് സ്മാർട്ട് കാൽക്കുലേറ്റർ എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിരവധി സ്മാർട്ട് കാൽക്കുലേറ്ററുകൾ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് കാണാൻ പറ്റുന്നതാണ്. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത് എന്നൊക്കെ നോക്കിയിട്ടും അതുപോലെ റേറ്റിംഗ് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് നല്ലൊരു സ്മാർട്ട് കാൽക്കുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചതുപോലെയുള്ള ഒരുപാട് ഫീച്ചറുകളുള്ള നല്ലൊരു സ്മാർട്ട് കാൽക്കുലേറ്റർ നിങ്ങളുടെ ഫോണിലും ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.